പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു BJP MP. പൂനെയിലെ ഷെനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP രാജ്യസഭാ MP മേധാ കുൽക്കർണിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണം. തത്സമയ നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിസ്കരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നിസ്കരിച്ചു പോയതിനു ശേഷം ചാണകത്താൽ ശുദ്ധീകരിച്ചു. അതൊക്കെ ഇവനെ ഉമ്മാരെയൊക്കെ ആദ്യം തല്ലി ഓടിച്ചിട്ട് അവിടെ ചാണകം വെച്ച് ശുദ്ധീകരിക്കണ്ടേ? അത് വലിയ തെറ്റൊന്നുമില്ല. അതൊക്കെ അവരുടെ രീതിയിൽ നല്ല ശുദ്ധമായ സ്ഥലത്ത് ശാന്തമായ അന്തരീക്ഷത്തിലൊക്കെ ഇരുന്ന് നിസ്കരിച്ച ശേഷം അവരവിടെ നിന്ന് പൊക്കോളും. ഈ നിങ്ങൾക്കൊക്കെ ജയശ്രീരാം വിളിച്ചിട്ട് ആൾക്കാരെ കയറി ഉപദ്രവിക്കാനും കടകൾ തല്ലി തറക്കാൻ ആളെ കൊല്ലാനൊക്കെ കാണിക്കാമെങ്കിൽ അതിലും കുറച്ച് മാന്യ രീതിയിലാണ്. ഞാൻ ഈ മതത്തെ തള്ളി പറഞ്ഞില്ല, ഞാൻ ഹിന്ദുവാണ് എന്ന് വെച്ചാൽ മതത്തെ തള്ളി പറയില്ല. പക്ഷേ മറ്റുള്ളവരെ കിടന്ന് ഈ കോപ്രായ കാണിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, സ്വന്തം മതം വിരുദ്ധം മറ്റുള്ളവരൊക്കെ താഴ്ന്നവരാണെന്ന് ഈ കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇവരോടൊക്കെ വേറെ പുച്ഛമാണ് തോന്നുന്നത്. ഹിന്ദു എന്ന് പറയാൻ അവമാനം തോന്നുന്നു. നമ്മളെല്ലാം മതസൗഹാർദ്ദം, ഓരോ മതങ്ങൾക്ക് അതിൻ്റേതായിട്ട് രീതികളൊക്കെ ഉണ്ട്. അതിൻ്റെ രീതികൾക്കുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും. ഞാനായാലും പള്ളി ആയാലും അമ്പലമായാലും മുസ്ലിം പള്ളിയൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊക്കെ ഒരു ബസ്സിൽ യാത്രയുടെ പ്രാസിയുടെ ഞാൻ നെഞ്ചത്തൊന്ന് കൈവയ്ക്കും. അപ്പോൾ നമ്മളെല്ലാ ദൈവങ്ങളെയും ഓരോ റെസ്പെക്റ്റോട് തന്നെയാണ്. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ദൈവങ്ങളോടുള്ള അതേ റെസ്പെക്റ്റാണ് മുസ്ലിങ്ങളോടുള്ള ദൈവങ്ങളോടും ക്രിസ്ത്യൻസുള്ള ദൈവങ്ങളോടും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവന്മാർ നിസ്കരിച്ച സ്ഥലത്തേക്ക് ഈ ചാണകവും ഇട്ട് തളിക്കേണ്ട കാര്യം തന്നെ. ഒരു ജയശ്രീരാം വിളിച്ച് അങ്ങനെ തളിക്കുവാണെങ്കിൽ ഇവന്മാരെ ആദ്യം അടിച്ചുകൂടി. ഇവന്മാർ അക്രമം ചെയ്ത എത്ര സ്ഥലങ്ങളുണ്ട്. ഒരുമാതിരി ഈ മതവും ഭ്രാന്തും കാണിച്ച് നിലനിർത്തും. ഈ മതഭ്രാന്ത് നിർത്തണോ അന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെടും, പുരോഗമനം ഉണ്ടാകും.